കായംകുളം കുറ്റിത്തെരുവ് ജംഗ്ഷന് സമീപമുള്ള ഹമ്പ് അപകട ഭീഷണി ഉയർത്തുന്നു. ഈ ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധ യോഗം നടത്തി. കായംകുളം കുറ്റിത്തെരുവ് ജംഗ്ഷന് സമീപമുള്ള ഹമ്പ് അപകടങ്ങൾക്ക് കാരണമാകുന്നു. ദിവസവും ഇതുവഴി കടന്നുപോകുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നത്തിന് ഉടൻ ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ദൂരെ നിന്നും വരുന്ന വാഹനങ്ങൾ ഹമ്പുണ്ടെന്നത് അറിയുന്നതിനുള്ള സൈൻ ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അപകട മുന്നറിയിപ്പ് നൽകുന്ന തിരിച്ചറിയൽ ലൈനുകളും റിഫ്ലക്ടർ സ്റ്റിക്കറുകളും ഉടൻ സ്ഥാപിക്കണമെന്നും പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. കുറ്റിത്തെരുവ് മുക്കട റോഡിൽ കുറ്റിത്തെരുവ് ജംഗ്ഷന് സമീപമുള്ള ഈ ഹമ്പ് വലിയ അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. ദിവസവും പ്രദേശവാസികളും നാട്ടുകാരുമെല്ലാം ദിവസവും നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ വരുന്ന ടൂ വീലറുകൾ ദിവസവും മറിഞ്ഞു വീണുകൊണ്ടുള്ള അപകടങ്ങൾ സംഭവിക്കുകയാണ്. അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ ഉത്തരവാദിത്വം ഇല്ലാത്ത സാഹചര്യത്തിലാണ് പ്രദേശവാസികളും കുറ്റിത്തെരുവിലെ ബഹുജന കൂട്ടായ്മയും വ്യാപാരികളും സംയുക്തമായി ഇന്ന് കുറ്റിത്തെരുവ് ജംഗ്ഷനിൽ ഇങ്ങനെയൊരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട കുറ്റിത്തെരുവിലെ ജനകീയ കൂട്ടായ്മ ചെയർമാൻ ബിജു തറയിലിന്റെ നേതൃത്വത്തിൽ കായംകുളം എയ്ക്ക് നിവേദനം കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇവിടെ ഈ അപകടാവസ്ഥ ഉണ്ടാകുന്നതിൽ നിന്നും ബന്ധപ്പെട്ട അധികാരികൾ ഈ അപകടാവസ്ഥ ദൂരെ നിന്ന് മനസ്സിലാക്കുന്നതിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഡിവൈഡറുകളോ ബോർഡുകളോ സിഗ്നലുകളോ മറ്റ് സീബ്ര ലൈനുകളോ ഒന്നും സ്ഥാപിക്കാതെ ഈ ഹമ്പ് വാഹനങ്ങൾ അടുത്ത് വരുമ്പോഴാണ് ഇത് കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അടിയന്തരമായി ഇതിന്റെ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുറ്റിത്തെരുവിൽ ഇങ്ങനെയൊരു ബഹുജന സമിതി സംയുക്തമായി ഇങ്ങനെയൊരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടൂ വീലറുകാർ എല്ലാ ദിവസങ്ങളിലും 2-3 വാഹനങ്ങളാണ് ഇവിടെ മറിഞ്ഞു വീഴുകയും അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഈ ഹമ്പിന്റെ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ മാഞ്ഞു പോവുകയും ടൂ വീലറിനകത്ത് വീഴുന്നവർക്ക് നല്ല പരിക്കുകളോടാണ് അവരെ ഹോസ്പിറ്റലിലെത്തിക്കൊണ്ടിരുന്നത്. അതിന് ഒട്ടനവധി നിവേദനങ്ങളും ഫോണിൽ കൂടെയും PWയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒന്നും സാക്ഷരത പരിഹാരമാകാതുകൊണ്ട് ഇന്ന് PWയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനം ഞങ്ങൾ നൽകി. സാക്ഷരത പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമര പരിപാടികളുമായി ഈ പരിസരവാസികളും ഈ തൊട്ടടുത്തുള്ള കടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും എല്ലാം ശക്തമായ പരിപാടിയുമായി മുന്നോട്ട് നീങ്ങും. അതാണ് സ്ത്രീകളും പുരുഷന്മാരും മൊത്തം ആൾക്കാർ ഇതൊന്നായി ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇന്നലെയും രാത്രി 9 മണിയായപ്പോൾ അഴീക്ക ബീച്ചിൽ പോകാൻ വന്ന ഒരു പയ്യൻ വീഴുകയും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. 2 ദിവസത്തേക്ക് മുമ്പ് ഒരു അമ്മയും അച്ഛനോട് വന്ന് വീട്. അങ്ങനെ നിത്യേന ഒരു ദിവസം തന്നെ ഒരു 4-5 ടൂ വീലറിലാണ് കരുതലെല്ലാം. ടൂ വീലറിൽ പല ആൾക്കാരും പോവുകയും വരികയും ചെയ്തു. പല പ്രാവശ്യം വീഡിയോ എടുക്കുകയും ചെയ്തത്. അതിന് ഇതുവരെ ഒരു തീരുമാനമായില്ല. ഇവിടെ പിള്ളേരെല്ലാം പല ഇതിലും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് അത് മാറ്റാൻ വേണ്ടി ആരും ഇതിനെ മുൻഗണന എടുത്ത് മുൻപോട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഇതിനെപ്പറ്റി പ്രതിഷേധിക്കുന്നത്. അതെങ്ങനെയെങ്കിലും ഇത് മാറ്റിത്തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. പുളിഞ്ചോട് സൗഹൃദ കൂട്ടായ്മ ചെയർമാൻ ബിജു തറയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഹസീം അമ്പീരേത് അധ്യക്ഷത വഹിച്ചു. അളിയൻസ് അൻവർ, ദേവദാസൻ, ശിവദാസൻ, സുഷമ്മ ബാബു, സുശീല, അഷ്റഫ് ASK, മുരളി, അനീഷ്, സുധീർ, ശ്രീലത എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.